നമസ്കാരം, കലാകൗമുദി ഓൺലൈനിലേക്ക് സ്വാഗതം. കഴിഞ്ഞൊരു വീഡിയോയിൽ നമ്മളൊരു കാര്യം ചർച്ച ചെയ്തിരുന്നു. CPM സ്ഥാനാർത്ഥികളായി മത്സരിക്കാൻ പോകുന്ന കോൺഗ്രസ് UDF നേതാക്കളെക്കുറിച്ചായിരുന്നു ആ വീഡിയോ. വരുന്ന തെരഞ്ഞെടുപ്പിൽ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ CPM ഇടത് സ്ഥാനാർത്ഥികളായി ചില കോൺഗ്രസ് UDF നേതാക്കൾ, മുസ്ലിം ലീഗിൽ നിന്നുൾപ്പെടെയുള്ളവർ, കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിൽ നിന്നുൾപ്പെടെയുള്ളവർ മത്സരിക്കും എന്നാണ് നമ്മൾ ആ വീഡിയോയിൽ പറഞ്ഞിരുന്നത്. എന്നാൽ BJP സ്ഥാനാർത്ഥികളായി ചില കോൺഗ്രസ് നേതാക്കൾ മത്സരിക്കാൻ ഒരുങ്ങുന്നു എന്നുള്ള സൂചനയാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്നത്. ഏതാണ്ട് 4 കോൺഗ്രസ് നേതാക്കൾ, ഒരു മുൻ MLA അടക്കമുള്ള 4 കോൺഗ്രസ് നേതാക്കൾ BJP സ്ഥാനാർത്ഥിയായി 2026 തെരഞ്ഞെടുപ്പിൽ ജനവിധി തേടുമെന്നുള്ള സൂചനയാണ് ഇപ്പോൾ ലഭിക്കുന്നത്. ഇതിൽ 3 പേർ ഇതിനു മുമ്പ് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചിട്ടുള്ള അവർ നിരവധി തവണ KPCC ഭാരവാഹികളൊക്കെ ആയിരുന്നു, DCC ഭാരവാഹികളായിരുന്നു. അവർ ഇതുവരെ തെരഞ്ഞെടുപ്പുകളിൽ മത്സരിച്ചിട്ടില്ല, എന്ന് വെച്ചാൽ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ മത്സരിച്ചിട്ടില്ല. അതുകൊണ്ട് അവർ ഇപ്പോൾ ഇനി അടുത്ത തെരഞ്ഞെടുപ്പിൽ അവർക്ക് സീറ്റ് കിട്ടുമെന്ന് യാതൊരു പ്രതീക്ഷയുമില്ല. അപ്പോൾ സീറ്റ് കിട്ടാതെ ഈ പാർട്ടിയിൽ കുത്തിപ്പിടിച്ചിരിക്കുന്നവர்கள் ഭേദം BJP സ്ഥാനാർത്ഥിയെ മത്സരിച്ചാൽ നമ്മുടെ കാര്യങ്ങളെല്ലാം നടന്നു പോകുമെന്നുള്ള വിശ്വാസമാണത്രേ ഈ നേതാക്കൾക്കുള്ളത്. അതുപോലെ ഒരു മുൻ MLAയും BJP സ്ഥാനാർത്ഥിയായി മത്സരിക്കാൻ ഒരുങ്ങുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. തിരുവനന്തപുരം, കൊല്ലം ജില്ലയിൽപ്പെട്ട നേതാക്കളാണത്രേ, കോൺഗ്രസ് നേതാക്കളാണ് ഈ BJP സ്ഥാനാർത്ഥികളായി രംഗത്ത് വരാൻ ഒരുങ്ങുന്നതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. മാത്രമല്ല, കഴിഞ്ഞ ഏതാനും മാസം മുമ്പ് വരെ കോൺഗ്രസ് ഉണ്ടാവുകയും പിന്നീട് BJPയിലെത്തുകയും BJPയുടെ സംസ്ഥാന കമ്മിറ്റി അംഗമായി മാറുകയും ചെയ്ത തിരുവനന്തപുരത്ത് ഒരു പ്രമുഖ കോൺഗ്രസ് നേതാവും നിയമസഭയിലേക്ക് മത്സരിക്കുകയാണ്. ഇപ്പോൾ നിയമസഭയിലേക്ക് BJP സ്ഥാനാർത്ഥിയായി മത്സരിക്കാൻ ഒരുങ്ങുകയാണ്. അദ്ദേഹം കർണാടക പക്ഷത്തെ കരുത്തനായ നേതാക്കളിൽ ഒരാളും DCC ഭാരവാഹിയൊക്കെ ആയിരുന്നു, കോൺഗ്രസിൻ്റെ മുൻ കൗൺസിലറായിരുന്നു. അദ്ദേഹം ഇപ്പോൾ BJPയിലെത്തിയെന്ന് മാത്രമല്ല BJPയുടെ സംസ്ഥാന സമിതി അംഗവും കൂടിയാണ്. അദ്ദേഹവും വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ, ഈ മുൻ കോൺഗ്രസ് നേതാവും വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJP സ്ഥാനാർത്ഥിയായി മത്സരിക്കുമെന്നാണ് അറിയുന്നത്. അതോടൊപ്പം തന്നെ KPCC തലത്തിലുള്ള ഭാരവാഹികൾ ഏതാണ്ട് 2-3 പേർ ഇങ്ങനെ BJP സ്ഥാനാർത്ഥികളായി മത്സരിക്കാൻ ഏറെക്കുറെ തയ്യാറെടുത്ത് കഴിഞ്ഞു. അതിൽ ഒരു മുൻ MLAയും ഉണ്ട്. തിരുവനന്തപുരം, കൊല്ലം ജില്ലകളിലായിരിക്കും ഈ നേതാക്കൾ മത്സരിക്കാൻ പോകുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിനെക്കുറിച്ച് കൃത്യമായ ചില സൂചനകൾ BJP നേതൃത്വം നൽകുന്നുണ്ടെങ്കിലും അവരുടെ പേരൊന്നും പേര് ഏറെക്കുറെ അറിയാം, നമുക്ക് ആരൊക്കെയാണെന്ന് അറിയാമെങ്കിലും ഇപ്പോൾ ആ പേര് പുറത്തുവിടാൻ നിർവാഹമില്ല. കാരണം പേര് പുറത്തുവിട്ടതിന് ശേഷം അവർ അങ്ങനെയെല്ലാം നിശ്ചയിച്ചാൽ പിന്നെ നമുക്ക് അതിൻ്റെ കാര്യമായ തെളിവുകൾ കണ്ടുപിടിക്കുക ഈ സമയത്ത് അത്ര എളുപ്പമല്ല. അതുകൊണ്ട് ഈ 4 പേരുടെ പേര് നമുക്ക് കൃത്യമായി അറിയാം, അവർ വഹിച്ച പദവികളെക്കുറിച്ച് നമുക്ക് അറിയാമെങ്കിലും പേരുകൾ പുറത്തുവിടാൻ ഇപ്പോൾ സാഹചര്യം നിർവാഹമില്ല. ഏതായാലും ഈ 4 നേതാക്കൾ BJP സ്ഥാനാർത്ഥികളായി മത്സരിക്കുമെന്നുള്ള കാര്യം ഏറെക്കുറെ തീർച്ചയാണ്. അങ്ങനെ വന്നാൽ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അത് കോൺഗ്രസിന് ഒരു വലിയൊരു രാഷ്ട്രീയ പ്രതിസന്ധി തന്നെ സൃഷ്ടിക്കും. തിരുവനന്തപുരം, കൊല്ലം ജില്ലകളിൽ കൂടുതൽ സീറ്റുകൾ നേടുക എന്നത് കോൺഗ്രസിൻ്റെ ഒരു തന്ത്രത്തിൻ്റെ ഭാഗമാണ്. അവിടെ സീറ്റുകൾ നേടിയില്ലെങ്കിൽ 8 സീറ്റ് 2 ജില്ലകളിൽ നിന്നും കൂടുതൽ നേടിയില്ലെങ്കിൽ പിന്നെ UDF ഭരണത്തിൽ എത്താൻ സാധ്യത നന്നേ കുറവാണ്. ആ നിയോജക മണ്ഡലങ്ങളിൽ, അല്ലെങ്കിൽ ആ കോൺഗ്രസ് ജയിക്കുമെന്ന് അവർ വിശ്വസിക്കുന്ന നിയോജക മണ്ഡലങ്ങളിലാണ് BJP ഈ മുൻ കോൺഗ്രസ്സുകാരെ നിർത്തുന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും കോൺഗ്രസിൽ നിന്ന് ചില നേതാക്കളെ വലവീശി പിടിക്കാനുള്ള BJPയുടെ ഉദ്യമം ഏറെക്കുറെ വിജയിച്ചു എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് കൂടി അതിൻ്റെ ചിത്രം പൂർണ്ണമാകും.